സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാനിന്ന് വരുന്നത്. നമ്മളെ ബന്ദിപ്പൂ വിരിഞ്ഞോട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ പൂ വിരിഞ്ഞ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഈ മുട്ടുകൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഫോൺ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ തൊട്ടടുത്തൊരു മുട്ടും കൂടി ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോഴാണ് അതിൻ്റെ അടുത്ത് പൂ വിരിഞ്ഞിക്കുന്നത് കണ്ട്. എല്ലാ തൈയിലും മുട്ടുകളായിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈയിൽ തന്നെ മുട്ടുകളാവുമ്പോൾ പൂവിന് അത്ര തന്നെ വലിപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുട്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്തേക്കാണ് എത്തിയതാണ്. അപ്പോഴാണ് ഈ പൂവ് ഇലൻ്റെ അടിയിൽ, അതായത് അവിടെ മാസമാറി ഉണ്ടല്ലോ അതിൻ്റെ ഇലൻ്റെ അടിയിൽ ഇതിങ്ങനെ പൂട്ട് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ചെറിയ തൈമലാണ് ഈ പൂ വരുന്നത്, അതുകൊണ്ടാണ് ഈ പൂവിന് വലിപ്പമില്ലാത്തത് കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി വലിയ തണ്ടിലൊക്കെയാണ് തൈയിലാണ് പൂടുന്നതെങ്കിൽ നല്ല വലിപ്പം ഉണ്ടായേനെ. പക്ഷേ ഇത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ കരുതുന്നത് എന്താണോ, ഒത്തിരി തൈകളുണ്ടല്ലോ, ആ തൈകൾ മൊത്തം ഒരേ സ്ഥലത്ത് വെക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെന്ന് വെച്ചെങ്കിൽ ഒന്നിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മല്ലികക്ക് ഗൾഫ് മല്ലിക എന്ന് പറയലുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ബുദ്ധിമോശം, ഇതിനൊക്കെ ഓരോ പേരുകളുണ്ടാവും. എൻ്റെ ഇതിൽ ബന്ദിപ്പൂവാണ്. പിന്നെ ഞാൻ ഒരിക്കത് ഗൾഫ് മല്ലിക എന്ന് പറയലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗൾഫ് മല്ലികയോ എന്ന്. എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇതിന് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഉഷാറാക്കണം. എല്ലാ ചെടികളും ഒന്നിച്ച് വെക്കുകയെങ്കിൽ രക്ഷയുള്ളൂ. കാരണം ചെറിയ ചെറിയ പൂക്കളാണ്, ആരോഗ്യമില്ലാത്ത പൂക്കൾ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ ബോൾസം, അത് ചെറിയൊരു തണ്ടിലാണ് ഇപ്പോൾ ആ പൂവുണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല മുട്ടുകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ റോസിൻ്റെ കമ്പുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച റോസാണോ അതോ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് കുത്തിയ റോസാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലത്തെ ഷോർട്സിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ, ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ച ബൊഗെയിൻവില്ല. ഞാൻ ലൈറ്റ് കളർ നോക്കിയിട്ടാണ് വാങ്ങിയത്. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് കളർ എൻ്റെ വീഡിയോയിൽ കിട്ടാൻ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എനിക്ക് ലൈറ്റ് കളർ മതിയാന്ന് കണ്ട് ഞാനത് വാങ്ങി. പിന്നെ ഇതിനൊക്കെ ഭയങ്കര ക്യാഷുണ്ട്. അത് ചെറിയൊരു തൈയാണ്, അതിന് 200 രൂപയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് ആ ചെടി സ്വന്തമാക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കുക തന്നെ വേണം. പിന്നെ ഞാനൊന്നും നോക്കില്ല കേട്ടോ, ഞാൻ ക്യാഷ് കൊടുത്തു, അത് വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് കൂട്ടിന് ആളുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇവൾ ഒറ്റപ്പെടല്ലോ വിചാരിച്ചിട്ട് നമ്മുടെ വിങ്കാറോസേ അത് വാങ്ങിക്കാൻ പോയതാണ്. ചെന്ന് നോക്കുമ്പോൾ അതില്ല. ഹാങ്ങിങ്ങിലെ പിന്നെ വിങ്കാറോസുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതിന് 90 രൂപയാണ്. അപ്പോൾ എനിക്കൊരു വാങ്ങിക്കാൻ മടി. കവറിലാവുമ്പോൾ പിന്നെയും വാങ്ങിക്കാം. അപ്പം പിന്നെ കൊണ്ടുപോയ ക്യാഷ് വെറുതെ ഇങ്ങോട്ട് തന്നെ ഏറ്റി പോരണ്ടല്ലോ, ഭയങ്കര വെയിറ്റ് ആയിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ പുകമിൻ്റെ അടുത്ത് പോന്നു. പിന്നെ നമ്മുടെ ജമന്തിയിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വയലറ്റ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ എന്തോ ആവോ, ഏതെങ്കിലും വിരിയുമ്പോൾ കാണാമല്ലേ. പിന്നെ നമ്മൾ ഓർക്കിഡ് റോസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇനി ഒറ്റ മൊട്ടും ഇല്ല കേട്ടോ. അതിമ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന മൊട്ടുകളൊക്കെ വിരിഞ്ഞു കേട്ടോ. അത് പക്ക, അത് റെഡിയാണ്. പക്ഷേ ഇനി വിരിയാൻ ഒറ്റ മൊട്ടും ഇല്ല. എന്തായാലും അത് നമ്മളെ ഈ രാജ്യത്തുള്ള റോസല്ല, നമ്മളെ നാട്ടിലേക്ക് ഇത് കുടിയേറി പാർത്ത റോസാണ്. അപ്പോൾ അതിൽ പൂടണമെങ്കിൽ അതിന് അനുയോജ്യമായ പരിചരണമാണ് വേണ്ടത്. അപ്പം ഞാൻ ആ വഴിയൊന്ന് നോക്കേണ്ടി വരും. ഷോപ്പിൽ നിന്ന് സ്പ്രേ വാങ്ങി അടിക്കുക അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. ആർക്കെങ്കിലും വിങ്കാ റോസ് ഉണ്ടെങ്കിൽ ഓർക്കിഡ് റോസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വളം ചേർക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണേ. പൂടാതെ നിൽക്കുന്നുണ്ടോ, അതുപോലെ പൂവിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് വളം ചേർത്തിട്ടാണ് പൂവിട്ടത് എന്നൊക്കെ പറഞ്ഞു തരണേ. പിന്നെ ഈ ഒരു ബോൾസത്തിൽ ഒത്തിരി മുട്ടുകളുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കൾ തന്ന, അതായത് എനിക്ക് തന്നെന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ചാനലിന് തന്നെ വേണ്ടിയിട്ട് തന്ന ഒരു ബോൾസാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അതിൽ ഒരുപാട് മുട്ടുകൾ നിങ്ങൾ കണ്ടില്ലേ. ഈ ഒരു ഏരിയ വെച്ചിട്ടുള്ള എല്ലാ ബോൾസും നമ്മൾ അധിക വീഡിയോയിലും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബോൾസ് ഇനിയും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ്. കാരണം ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അത് ആകെ എന്തൊക്കെയോ ആയി പോകും. കാരണം അതൊക്കെ ഡാർക്ക് കളറാണ്. ശരിക്കും അതിൻ്റെ കളറ് വീഡിയോയിൽ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പൂപ്പയേക്കാളും ഭംഗി ആ ഡാർക്ക് കളറുകൾക്കാണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ കളർ വീഡിയോയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉൾക്കൊള്ളിക്കാത്ത കേട്ടോ വീഡിയോയിൽ. പിന്നെ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതിൽ വരുന്നില്ല. പിന്നെ ഒന്നിച്ച് ചെടികൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കേട്ടോ. ഓരോ ഇലകൾക്കും ഓരോ വർണ്ണമാണ്, ഓരോ നിറങ്ങളാണ്. അങ്ങനെ പല നിറങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇലച്ചെടികൾ പോലും പ്രത്യേക തരം ഒരു ഫ്ലവറിനെ പോലെ ഉണ്ട്. ഇതെല്ലാം ഒന്നിച്ചിങ്ങനെ കാണുമ്പോഴേ എൻ്റെ മനസ്സിലെന്താണെന്ന് തോന്നുന്നത്, ഇത്രയും ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചല്ലോ എന്നുള്ളതാണ്. ഈ ഇലച്ചെടികൾക്കൊക്കെ എന്താ ഭംഗിയിലെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോളിയാസ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളത് ഇങ്ങനെ പടർന്ന് പന്തലിച്ചാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെയും കളേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയതാണ് കേട്ടോ. പിന്നെ ഒരു കമൻറ്റിലുണ്ടായിരുന്നു, പെൻറ്റാസ് നിങ്ങൾക്ക് എത്ര കളേഴ്സ് ഉണ്ടെന്ന്. ഒന്ന് ഇതാണ് കേട്ടോ, ഇതിപ്പോൾ പുതിയതായിട്ട് വിരിയാണ്. പിന്നെ ഒന്ന് ഈ ഒരു കളറ്, പിങ്ക് കളറ്, പിന്നെ ഇതിൻ്റെ കൂടെ വൈറ്റ്,
പിന്നുള്ളത് വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഒക്കെ പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന് 90 രൂപയാണ് ആയത്. ഇതെനിക്ക് എവിടേക്കോ പാളിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞതിൽ ഞാൻ വാങ്ങിച്ച ഇതേ കളർ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പൂക്കൾ നോക്കിയപ്പോൾ അത് 2 ഷെയ്ഡ് വരുന്നതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി അപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. 90 തന്നെ 80, എനിക്ക് കറക്റ്റ് ഇപ്പം ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ റോസിൻ്റെ പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ റോസിൻ്റെ മറ്റുള്ള ചെടികളെ നോക്കി നിൽക്കുമ്പോൾ അതിന് കൊഴിഞ്ഞു പോകാൻ ഒരു ആഗ്രഹവും ഇല്ലാത്തൊരു പോലെ ഉണ്ട്. ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവർക്കും തന്നെ നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ. എൻ്റെ മുറ്റൊക്കെ ഒന്ന് വൃത്തിക്ക് റെഡിയാക്കിയിട്ട് വേണം എനിക്കിവിടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കാൻ കേട്ടോ. ലില്ലിയിൽ ഇപ്പോൾ 2 പൂക്കളായി. ഒരു പൂവ് പിന്നെ ഉണങ്ങിപ്പോയി. അതിൽ ലാസ്റ്റ് ഒരു മുട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അത് ഒന്നിച്ച് കാണുമ്പോൾ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഡെക്കോമ. ഇത് ലാവൻഡർ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഒരുപാട് നേരം അതിൻ്റെ തൊട്ട് തലോടി അകത്ത് കയറി വരണേ. കഴിഞ്ഞ വർഷം എൻ്റെ മുറ്റത്തെ ഒരു ഐശ്വര്യം ഇവളായിരുന്നു. കാരണം അത്രയും കൂടുതൽ പൂക്കൾ തന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പിന്നെ ബൊഗൈൻവില്ലുണ്ടായിരുന്നു. ഇത് ഹൈബ്രിഡിലൊന്നല്ലാതെ നാടൻ. അതൊന്നായിട്ട് പടർന്ന് പന്തലിച്ചൊന്നായിട്ട് പോയി. അത് വെട്ടിയപ്പോൾ ഈ ഡെക്കോമൻ്റെ മേലെ കൂടെയാണ് അതൊന്നായിട്ട് വീണത്. അങ്ങനെ ഇതിൻ്റെ കമ്പ് പൊട്ടിപ്പോയിട്ട് അതുകൊണ്ടാണ് ഈ വർഷം അതിമ്മ പൂവില്ലാണ്ടായി പോയത്. പിന്നെ ഞാൻ ശരിക്കും ഇത് നിങ്ങൾക്ക് പൂ കാണിച്ചു തരുവാണോ ഉറുമ്പിനെ കാണിച്ചു തരുവാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതിമ എപ്പോൾ ചെല്ലുമ്പോഴും ഉറുമ്പുകളുണ്ടാകും. അപ്പോൾ എനിക്ക് ഉറുമ്പിനെ ഒന്ന് വീഡിയോയിൽ കിട്ടൽ മസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൂം ചെയ്തിട്ട് ഞാനിങ്ങനെ വീഡിയോയിൽ പിടിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ ഓർക്കിഡൊക്കെ ആണെങ്കിൽ കുറേ ദിവസം പൂ നിൽക്കും, നമുക്ക് കുഴിച്ചിട്ടാൽ മുതലാവും. ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എങ്ങനെ നട്ടുപിടിപ്പിച്ചാലും കാരണം അതിൻ്റെ വിത്തുകളൊന്നായിട്ട് മേലൊക്കെ കയറി വരുന്നത്, അങ്ങനെ പൂടാണ്ടായി പോകും. ഈ ഒരു ചെമ്പരത്തി എന്തൊക്കെയായതെന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ. ഇതിൻ്റെ കളറേ അല്ല, ഇത് വേറെ അടിപൊളി കളറിലുണ്ടാകുന്നൊരു ചെമ്പരത്തിയാണ്. ഇനി എന്തായാലും ഇതിൻ്റെ കമ്പ് മൂപ്പാവുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഭയങ്കര സങ്കടമായി എനിക്കത്. അപ്പോഴേ ഞാൻ പോയാലോ, ഇപ്പം തന്നെ കുറച്ച് ലോങ് വീഡിയോ ആയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. അപ്പോൾ ഞാൻ പോവുകയാണേ. അപ്പോൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റാണ് എനിക്ക് നാളെയും വീഡിയോ ഇടാനുള്ളൊരു സന്തോഷം മനസ്സിൽ വരുന്നത്. അപ്പം ഞാൻ പോയി. ഓക്കെ, ബായ്. പിന്നെ ഇന്നിവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷം.